അമേരിക്കൻ തൊഴിൽ വിസയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതോടെ ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ആശങ്കയിലാണ്. 3 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പുതിയ പരിഷ്കാരത്തിൽ പ്രതിസന്ധിയിലാകുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസിൽ അവതരിപ്പിച്ച പുതിയ ബില്ലാണ് പ്രശ്നം. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കിടയിൽ പ്രത്യേകിച്ച് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് കോഴ്സുകൾ പഠിക്കുന്നവരിൽ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് അവസാനിപ്പിക്കാനാണ് ശ്രമം. ബിരുദ പഠനത്തിനു ശേഷം 3 വർഷം വരെ രാജ്യത്ത് തുടരാൻ അവരെ അനുവദിക്കുന്നതായിരുന്നു OPT. പ്രൊഫഷണൽ അനുഭവം നേരിടുന്നതിനും ദീർഘകാല തൊഴിൽ വിസകളിലേക്ക് മാറുന്നതിനും OPTയെ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കരിയർ സാധ്യതകളെ ഈ നീക്കം തടസ്സപ്പെടുത്തും. ഓപ്പൺ ഡോഴ്സ് 2024 റിപ്പോർട്ട് അനുസരിച്ച് 2023-24 അധ്യയന വർഷത്തിൽ അമേരിക്കയിൽ വിദേശ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ എത്തിയത് ഇന്ത്യയിൽ നിന്നായിരുന്നു. മുൻ വർഷത്തേക്കാൾ 23% വർധനവ് രേഖപ്പെടുത്തി 3,31,602 വിദ്യാർത്ഥികളാണ് എത്തിയത്. ഇതിൽ ഏകദേശം 97,556 വിദ്യാർത്ഥികൾ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. OPT റദ്ദാക്കാനുള്ള മുൻ ശ്രമങ്ങൾ പരാജയപ്പെട്ടെങ്കിലും നിലവിലെ ഭരണകൂടത്തിന് കീഴിൽ കുടിയേറ്റ വിരുദ്ധ നയ നടപടികളുടെ വിശാലമായ ഒരു തരംഗത്തിനിടയിലാണ് ഈ ബിൽ വരുന്നത് എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രചാരണ വാഗ്ദാനങ്ങളിൽ പ്രധാനം കൂട്ടനാടുകടത്തലുകളും കർശനമായ വിസ നിയന്ത്രണങ്ങളുമാണ്. ഇത് നിലവിലുള്ള F1, M1 വിസ ഉടമകളെ പ്രതിസന്ധിയിലാക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.